എന്തെല്ലാമാണ് ഇത്തവണത്തെ ബജറ്റിൽ കാത്തുവച്ചിരിക്കുന്നത് എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് രാജ്യം. തുടർച്ചയായ 8ാം കേന്ദ്ര ബജറ്റിലൂടെ ചരിത്രത്തിൽ ഇടം നേടിയ ഇന്ത്യയുടെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഫിനാൻഷ്യൽ ഇയർ 26ലേക്ക് 50 ലക്ഷം കോടി രൂപയിലധികം ബജറ്റ് തയ്യാറാക്കാൻ പ്രധാന ഉദ്യോഗസ്ഥരുമായി അശ്രാന്ത പരിശ്രമം നടത്തിയിരുന്നു. മറ്റേതൊരു വർഷത്തെയും പോലെ ഈ വർഷത്തെ യൂണിയൻ ബജറ്റും നിരവധി വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നുണ്ട്. ഇടത്തരക്കാർക്കും പിന്നാക്ക വിഭാഗങ്ങൾക്കുമായിരിക്കും കേന്ദ്ര ബജറ്റിന്റെ ഊന്നൽ എന്നാണ് കിട്ടുന്ന സൂചനകൾ. ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യ ദിനം ഇടത്തരക്കാരുടെ ക്ഷേമത്തിലൂന്നിയായിരുന്നു രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും പ്രസംഗം പോലും. എന്നാൽ ഈ വർഷം പ്രധാന വെല്ലുവിളികളിൽ സാമ്പത്തിക വളർച്ചയിലെ കുറവും അതുപോലെ US ഡോളറിനെതിരെ രൂപയുടെ മൂല്യം തകർന്നതും ഉൾപ്പെടുന്നുണ്ട്. ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൌസിൽ തിരിച്ചെത്തിയതിനു ശേഷമുള്ള താരിഫ് വർധനയുടെ ഭീഷണിയും ഇതോടൊപ്പം. സാമ്പത്തിക വളർച്ച 2025 സാമ്പത്തിക വർഷത്തിൽ 4 വർഷത്തെ ഏറ്റവും താഴ്ന്ന നിരക്കായ 6.4% കുറയുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. 2019 ലോകത്തെ ബാധിച്ച കോവിഡ് പാൻഡമിക് പൊട്ടിപ്പുറപ്പെടുന്നതിനു ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ വളർച്ചയാണിത്. നിർമ്മല സീതാരാമൻ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ മഹാമാരി ഉൾപ്പെടെ നിരവധി പ്രയാസകരമായ ഘട്ടങ്ങളിലൂടെ നയിച്ചിട്ടുണ്ട്. സാമ്പത്തിക മാന്ദ്യം, ഉപഭോഗത്തിലെ മിതത്വം, നിശ്ചലമായ സ്വകാര്യ നിക്ഷേപങ്ങൾ, അനിശ്ചിതമായ ഭൗമരാഷ്ട്രീയ സാഹചര്യം എന്നിവയെ വീണ്ടും അഭിമുഖീകരിക്കുകയാണ് നിർമ്മല സീതാരാമൻ. ബജറ്റ് വായിക്കുമ്പോൾ സീതാരാമൻ നേരിടുന്ന വലിയ വെല്ലുവിളികളിൽ ഒന്നാണ് രൂപയുടെ മൂല്യം. ഈ മാസം ആദ്യം രൂപയുടെ മൂല്യം US ഡോളറിന് 86.7 എന്ന എക്കാലത്തെ താഴ്ന്ന നിലവാരത്തിലേക്ക് കൂപ്പുകുത്തിയിരുന്നു. സാമ്പത്തിക വളർച്ചയെ ശക്തിപ്പെടുത്തുക എന്നതാണ് നിർമ്മല സീതാരാമന്റെയും സംഘത്തിന്റെയും മുൻഗണനയിലുള്ളത്. വിവിധ പ്രതിസന്ധികൾക്കിടയിലും ധനകമ്മി മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിന്റെ അതായത് GDPയുടെ 4.5% താഴെയായി കുറയ്ക്കുന്നതിനുള്ള ധനപരമായ പാതയിൽ സർക്കാർ ഉറച്ചു നിൽക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. റവന്യൂ, സാമ്പത്തിക കാര്യം, ചെലവ് അഥവാ എക്സ്പെൻഡിച്ചർ, ധനകാര്യ സേവനങ്ങൾ, DIPAM അഥവാ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് പബ്ലിക് അസറ്റ് മാനേജ്മെന്റ്, DPE അഥവാ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പബ്ലിക് എന്റർപ്രൈസസ് എന്നിങ്ങനെ ധനമന്ത്രാലയത്തിന് 6 വകുപ്പുകളാണ് ഉള്ളത്. ഇനി 2025-26 ബജറ്റ് നിർദ്ദേശങ്ങൾ തയ്യാറാക്കാൻ ധനമന്ത്രിയെ സഹായിക്കുന്ന സംഘത്തെ ഒന്ന് പരിചയപ്പെടാം. ആദ്യം തുഹിർകാന്ത പാണ്ഡെ. ധനകാര്യ സെക്രട്ടറിയും റവന്യൂ സെക്രട്ടറിയുമായ പാണ്ഡെ 2019 ഒക്ടോബർ മുതൽ കേന്ദ്ര ബജറ്റ് നിർമ്മാണ പ്രക്രിയയിൽ ഏർപ്പെട്ടിരിക്കുന്ന ധനമന്ത്രാലയത്തിന്റെ ഏറ്റവും പരിചയസമ്പന്നനായ മുതിർന്ന ഉദ്യോഗസ്ഥനാണ്. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് ഒഡീഷ കേഡറിൽ നിന്നുള്ള 1987 ബാച്ച് IAS ഉദ്യോഗസ്ഥനായ പാണ്ഡെ ധനകാര്യ സെക്രട്ടറിയായി നിയമിതനായത്. അടുത്തത് അജയ് സേത്ത്. 2021 മുതൽ 4 ബജറ്റുകൾ കൈകാര്യം ചെയ്തിട്ടുള്ള ധനമന്ത്രാലയത്തിലെ ഏറ്റവും പ്രായം കൂടിയ രണ്ടാമത്തെ വ്യക്തിയാണ് സാമ്പത്തിക കാര്യ സെക്രട്ടറി സേത്ത്. അദ്ദേഹത്തിന്റെ വകുപ്പുകൾക്ക് കീഴിലുള്ള ബജറ്റ് ഡിവിഷനാണ് മുഴുവൻ ബജറ്റ് നിർമ്മാണ പ്രക്രിയയുടെ അടിസ്ഥാനം പാകുന്നത്. അടുത്തത് മനോജ് ഗോവൽ. എക്സ്പെൻഡിച്ചർ സെക്രട്ടറി ഗോവൽ മധ്യപ്രദേശ് കേഡറിലെ 1991 ബാച്ച് IAS ഉദ്യോഗസ്ഥനാണ്. 2024 ഓഗസ്റ്റിൽ എക്സ്പെൻഡിച്ചർ ഡിപ്പാർട്ട്മെന്റിന്റെ ചുമതല ഗോവൽ ഏറ്റെടുത്തു. യൂണിയൻ ബജറ്റ് നിർമ്മാണത്തിലെ ഗോവലിന്റെ ആദ്യ ഘട്ടമാണിത്. അടുത്തത് അരുണിഷ് ചൗള. DIPAM ഡിപ്പാർട്ട്മെന്റ് ഓഫ് പബ്ലിക് എന്റർപ്രൈസസ് സെക്രട്ടറി ചൗള 1992 ബാച്ച് ബീഹാർ കേഡർ IAS ഉദ്യോഗസ്ഥനാണ്. 2024 ഡിസംബറിലാണ് അദ്ദേഹം ചുമതലയേറ്റത്. IDBI ബാങ്കിന്റെ സ്വകാര്യവൽക്കരണം, അസറ്റ് മോണിറ്റൈസേഷനുമായി മുന്നോട്ട് പോകുക, അതുപോലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുക എന്നിവ ചൗളയുടെ ചുമതലയാണ്. ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദവും ഡോക്ടറേറ്റും നേടിയ ചൗള 2014 എക്സ്പെൻഡിച്ചർ വകുപ്പിൽ ജോയിന്റ് സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ചു. അടുത്തത് M നാഗരാജു ആണ്. ഫിനാൻഷ്യൽ സർവീസ് സെക്രട്ടറി നാഗരാജു 1993 ബാച്ച് ത്രിപുര കേഡർ IAS ഉദ്യോഗസ്ഥനാണ്. ഇൻഷുറൻസ് മേഖലയിലെ FDI പരിധി ഉയർത്തൽ, വർദ്ധിച്ചുവരുന്ന സൈബർ തട്ടിപ്പുകൾ കൈകാര്യം ചെയ്യൽ, ബാങ്കിംഗ് മേഖലയുടെ കൂടുതൽ മെച്ചപ്പെടുത്തൽ തുടങ്ങിയ സുപ്രധാന ചുമതലകളാണ് ഇദ്ദേഹത്തിനുള്ളത്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ഫിനാൻഷ്യൽ സർവീസ് സെക്രട്ടറിയായി ജോയിൻ ചെയ്ത നാഗരാജുവിന്റെ ആദ്യ കേന്ദ്ര ബജറ്റാണിത്. ഇനി ചീഫ് ഇക്കണോമിക് അഡ്വൈസർ V അനന്ത നാഗേശ്വരൻ. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ സമ്പൂർണ്ണ ചിത്രം നൽകിക്കൊണ്ട് എല്ലാ വർഷവും കേന്ദ്ര ബജറ്റിന് ഇക്കണോമിക് സർവേ രൂപം നൽകുന്നു. അനന്ത നാഗേശ്വരനാണ് പാർലമെന്റിൽ ഇന്നലെ അവതരിപ്പിച്ച 3ാമത്തെ സാമ്പത്തിക സർവേ തയ്യാറാക്കിയത്. നാഗേശ്വരനെ 2022 ജനുവരിയിൽ സർക്കാർ CE നിയമിച്ചു. KV സുബ്രഹ്മണ്യന്റെ പിൻഗാമിയായ അനന്ത നാഗേശ്വരൻ അക്കാദമിക്, ക്രെഡിറ്റ് ന്യൂസ് ഗ്രൂപ്പ് AG, ജൂലിയസ് ബെയർ ഗ്രൂപ്പ് എന്നിവയുടെ മുൻ എക്സിക്യൂട്ടീവ് ആയിരുന്നു. 2024-25 സാമ്പത്തിക സർവേ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വീക്ഷിത് ഭാരത് 2047 എന്ന അതിമോഹ ലക്ഷ്യത്തിന് ശക്തമായ പൊരുൾ നൽകി. 2047 ഇന്ത്യ വീക്ഷിത് ഭാരത്
അക്ഷരാർത്ഥത്തിൽ വികസിത ഇന്ത്യ ആകുന്നതിന് പ്രതിവർഷം 8% വളർച്ച നേടണമെന്ന് രേഖ അടിവരയിട്ടു.